എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൈസൂരിലാണ് ഇപ്പോൾ ഉള്ളത്. മൈസൂർ പാലസിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് മൈസൂർ പാലസ്. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയിൽ നമ്മൾ ലോഡ് കയറ്റി കൊടുക്കുകയാണ്. നമ്മൾ പിന്നെ നാഗ്പൂർക്കാണ് നമുക്ക് ലോഡ് കിട്ടാം. ലോഡ് എന്ന് പറഞ്ഞത് ആക്രി സാധനങ്ങളാണ്. ഇതാ ഈ ബണ്ടലുകൾ, നമ്മൾ വേസ്റ്റ് ബണ്ടലുകളാണ്, ഓരോ കെട്ടുകൾ. ഇതാണ് നമ്മളെ ലോഡ്. ഇത് നമ്മളെ പെപ്സി, തംസപ്പ്, മിറിണ്ട അതിൻ്റെയൊക്കെ ടിന്നുകൾ ഇക്കോളത്തിലാക്കിയതാണ്. മെഷീനിൽ ഹൈഡ്രോളിക്കിൽ പ്രസ്സാക്കിക്കാണ്ട് ഒരു 20 മുതൽ 25-30 കിലോൻ്റെ ഉള്ളിലായിട്ട് ഓരോ കട്ട വരും. അത് ഇങ്ങനെ കണ്ടാൽ എന്താ സംഗതി എന്ന് മനസ്സിലാവില്ല. നല്ല ചിത്രം വരച്ചാൽ മതി. കളർഫുള്ളാണ്. ഒക്കെ പഴയ ബാറ്ററികളൊക്കെ. നമ്മളെ ലോഡ് നടന്നുകൊടുക്കുകയാണ്. നമ്മളെ പെപ്സിൻ്റെ ഒക്കെ ടിന്നാണ് ചാക്കിൽ വന്നിട്ടുള്ളത്. അത് ഹൈഡ്രോളിക്കിട്ട് പ്രസ്സാക്കിയിട്ട് ഇതാ അവിടെ കൂട്ടി വെച്ചിരിക്കണം. അതുപോലെ ആക്കണം. പല ഐറ്റംസ് ഉണ്ട്. ഈ സംഗതി നോക്കുകയാണെ ഇതെന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ഇലക്ട്രിക് ലൈനിൻ്റെ ഇതിനൊക്കെ അപ്പോൾ നമ്മൾ കമ്പനീൻ്റെ പുറത്തിങ്ങനെ ഇറങ്ങിയതാണ് ഭക്ഷണം കഴിക്കാൻ. ഭാരത് മെറ്റൽ സെൻ്ററാണ്. അതാണ് നമ്മളെ കമ്പനി കേട്ടോ. സ്ക്രാപ്പ് ലോഡ് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ഈ ഏരിയ ഫുള്ള് സ്ക്രാപ്പ് ലോഡ് ഇതിൻ്റെ സ്ഥലം കേട്ടോ. ഫുള്ള് വണ്ടിൻ്റെ സ്ക്രാപ്പ്, ഇരുമ്പ് സാധനങ്ങൾ, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്ക്രാപ്പ് ലോഡ് ഫുള്ള് ആക്രി. എല്ലാ വിധമുണ്ട്. ഇതൊക്കെ ഉണ്ടോ പഴയ ചാക്കുകളാണ് വണ്ടി കുടിച്ചിലൊന്ന് കിടക്കുന്നത്. എല്ലാവിധ ആക്രികളുണ്ട്. ഇപ്പം നമ്മൾ ഒരു കേരളക്കാരൻ്റെ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയതിന് ഭക്ഷണം. മലയാളീസാണ്, ചക്കൂടക്ക് താമസക്കാരനാണ്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. നമ്മൾ കമ്പനിൻ്റെ ഉള്ളിൽ വണ്ടി ലോറി നടന്നുകൊടുക്കണം. അതാണ് അവസ്ഥ. നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ സ്ക്രാപ്പാണ് കേട്ടോ. വണ്ടികളെ ഐറ്റംസൊക്കെയാണ് കൂടുതൽ. വേറെ വണ്ടി ലോഡായിക്കൊണ്ടിരിക്കണം. ആകെ പല വിധം. ഇവിടെ നമ്മളെ ചട്ടപ്പെട്ടി, അട്ടപ്പെട്ടി എന്ന് പറയും. ചട്ടക്കടലാസ്, ചട്ടലോട്. നമ്മളെ പഴയ ടയറുകൾ, ഒക്കെ കണ്ടില്ല. പഴയ നമ്മളെ വീട്ടിലെ പഴയ ഉപകരണങ്ങൾ, അതായത് അളമറ, ഷീറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. തകിട് ഐറ്റംസാണ്. അവിടെയൊക്കെ ചട്ടൻ്റെ പഴയ ഇരുമ്പ് സാധനങ്ങൾ വിൽക്കാനുണ്ടോ? കപ്പ, പാട്ട, പഴയ വാഷിംഗ് മെഷീന് ഒക്കെ അവിടെ. ഒരു ആക്രി അങ്ങാടിയാണ്. അപ്പം നമ്മൾ ലോറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീക്കാം.
ലോഡ് ആകുമ്പോഴേക്കിന് ഇനിയിപ്പോൾ രാത്രിയാണ് റണ്ണിങ് ഉണ്ടാവുക നമുക്ക്. അപ്പോൾ കുറച്ച് നേരം അവർ ലോഡ് കയറ്റിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ അവിടെ ഇങ്ങനെ അവർ പറഞ്ഞിട്ടോ നിങ്ങൾ വിശ്രമിച്ചോളി, ലോഡ് നിങ്ങൾ കയറ്റിയിട്ട് വിളിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കലും ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ നിന്ന് കുറേ ചെറിയ ചെറിയ സാധനമൊക്കെ ചാടുന്നുണ്ട് അവരെ കൊണ്ടുപോകുന്നത്. വെറുതെ അതൊക്കെ മേത്ത് തട്ടി വേണ്ടേ ഓരോ കട്ടകളാക്കിക്കാണ്ട് തൂക്കുകയാണ് അവർ. അത് ത്രാസാണ്, അതിൽ വെച്ചുകൊണ്ട് തൂക്കി നോക്കുക ഓരോരോ കട്ടകൾ. അലുമിനിയ വേറെ, സ്റ്റീല് വേറെ, പിന്നെ കന്നാസുകൾ, അതായത് നമ്മൾ ടിന്നുകൾ ഒക്കെ വേറെ വേറെ, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ആക്കുന്നത്. ഈ റൂമിൻ്റെ ഉള്ളിലാണ് അവർ മറ്റേ ഹൈഡ്രോളിക് മെഷീനറിയിൽ പ്രസ്സാക്കുന്നത്. രണ്ട് ഒന്നിൽ സ്റ്റീലും ഒന്നിൽ അലുമിനിയം, അങ്ങനെ രണ്ട് ഭാഗമാക്കിക്കൊണ്ടാണ് അത്. എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, കുക്കറുകൾ. റൂമിൻ്റെ അടുത്ത് പോകാൻ വയ്യ കേട്ടോ, ഭയങ്കര ഒച്ചൻ മെഷീനിൻ്റെ. എത്രങ്ങാനും സാധനങ്ങൾ പ്രസ്സാക്കിയിട്ടാണ് അങ്ങനെ ഒരു കട്ട ഉണ്ടാക്കുന്നത് തരാം. അപ്പോൾ ലോഡാകട്ടെ, കുറച്ച് നേരം ശ്രമിച്ചിട്ട് നോക്കാം. അപ്പോൾ ചെറിയൊരു വിശ്രമം കഴിഞ്ഞ് നീച്ചപ്പോൾ ഇത് അത്ര ആയിക്കണം. ഒരു പകുതി ഭാഗം കട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ ചാക്കാണ് കയറ്റി. ഹൈടെക്കിനിൽ അവർക്ക് കട്ട വെച്ചിട്ടുണ്ട്. ഇനി ചാക്ക് ബാക്കൊക്കെ ഒന്ന് അയക്കണം. അലോയിലാണോ നമ്മളിതൊക്കെ? പലവിധം അലോയ് വീലുകളാണ്. ഒക്കെ കംപ്ലൈൻ്റ് ആയിക്കാറ് കേട്ടോ. ഒക്കെ വക്കും മൂലം പൊട്ടിയതൊക്കെയാണ്. അങ്ങനെ കാണുമ്പോഴേ എന്തോരം പൈസൻ്റെ മുതലാണ്. ഒന്നോ രണ്ടെണ്ണം കംപ്ലൈൻ്റ് ആയാൽ കഴിഞ്ഞില്ല. ഒക്കെ സെറ്റായിട്ടില്ല കിട്ടുക അലവിയിൽ. അപ്പോൾ നമ്മളെ ലോഡൊക്കെ ഫുള്ളായി. ആ ബ്രിഡ്ജിലാണ് 36,650. ഇനി ബില്ല് കിട്ടിയാൽ നമുക്ക് രാത്രി പുറപ്പെടാം. അപ്പോൾ അതാ ബില്ലൊക്കെ കിട്ടി. നമ്മൾ യാത്ര പുറപ്പെട്ട് സമയം 11 മണിയായിട്ടോ. ബില്ല് കിട്ടാൻ ഒരുപാട് വൈകി. 11 മണിയായി. അപ്പോൾ നമ്മൾ ഡീസലടിക്കുകയാണ്. നമുക്ക് 67 ഉറുപ്പ്യാണ് നമുക്ക് വാടക. അപ്പോൾ അതിൽ ഡീസലടിക്കുക, ഫുള്ളാക്കുക, ബാക്കി അഡ്വാൻസ് പൈസ അഡ്വാൻസാണ് കേട്ടോ. പൈസ വാടക ഇപ്പം എല്ലാം ഇപ്പോൾ വാടക അഡ്വാൻസ് വാടകയാണ്. അപ്പോൾ ഫുൾ ഡീസലടിക്കും. ഒരു 100-120 10 ഉറുപ്പ്യേൻ്റെ ഡീസൽ വരും. ഒരു 50 ഉറുപ്പ്യ നമുക്ക് ക്യാഷ് ആയിട്ടും കിട്ടും. ബാക്കി റിസീവ്ഡ് അയക്കാറും. അപ്പോൾ റിസീവ്ഡ് ലോഡ് ഇറക്കിയതിൻ്റെ ശേഷം റിസീവ്ഡ് കോപ്പി നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമുക്ക് ബാക്കി വാടക കിട്ടും. അപ്പം ഇനി നേരെ നാഗ്പൂർ.